സർവശിക്ഷാ അഭിയാന്റെ കീഴിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പ്രചരിപ്പിക്കുന്ന അക്യൂപ്രഷർ എന്ന ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നത്. അതിനായി നമ്മോടൊപ്പമുള്ളത് അക്യൂപ്രഷർ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിലെ അധ്യാപകനുമായ സാമാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംശയങ്ങൾ കൂടി ചോദിച്ചറിയാം. മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക? മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ അവരുടെ വൈകല്യങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് അവരുടെ തലച്ചോറുകളുടെ പ്രവർത്തനത്തിലുള്ള വൈകല്യമാണ്. തലച്ചോറുകളുടെയും നാഡീവ്യൂഹത്തിന്റെയും ഗ്രന്ഥികളുടെയും നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിലുള്ള വൈകല്യവുമാണ് പ്രധാനമായും മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി അതുമായി ബന്ധപ്പെട്ട മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്കുള്ള അസുഖങ്ങൾക്ക് കാരണം. ഇവിടെ നമ്മുടെ തലച്ചോറിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൈയുടെ പോയിന്റുകൾ, ഇത് പ്രധാനമായിട്ടും തള്ളവിരല് നമ്മൾ കണ്ടു. ഇനി സുജോക്കിൽ വേറെ ഒരു ടെക്നിക്കിൽ നമ്മുടെ ഓരോ വിരലിലും നമ്മുടെ ശരീരം ഉണ്ടെന്നുള്ള സങ്കല്പമുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ണ്, മൂക്ക്, വായ ഇങ്ങനെ വരും, ഇവിടെ ലങ്സ് വരും, ഇത് ഇവിടെ വരും. അപ്പം ഓരോ വിരലിന്റെ അഗ്രഭാഗങ്ങൾ ബ്രെയിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പം തലച്ചോറുമായി ഇത്തരം വൈകല്യമുള്ള കുട്ടികളുടെ തലച്ചോറിലെ വൈകല്യങ്ങളെ പരിഹരിക്കുന്നതിനായിട്ട് എല്ലാ വിരലുകളുടെയും അഗ്രഭാഗങ്ങൾ ബാക്ക് വരുമ്പോഴത്തേനും നഖത്തിന്റെ പോയിന്റ്, നഖത്തിന്റെ ബാക്ക് പോയിന്റ്, ഇത്രയും പോയിന്റുകളും എല്ലാ വിരലുകളുടെയും കൈയിലെയും കാലുകളിലെയും പോയിന്റുകളിൽ നമ്മൾ മർദ്ദം ചെലുത്തുമ്പോൾ ഈ പോയിന്റുകൾ നല്ല പെയിൻ കിട്ടും അത്തരം അസ്വസ്ഥത ഉള്ള കുട്ടികൾക്ക്. അപ്പം ഇവിടെ ക്രമമായി നമ്മൾ മർദ്ദം ചെലുത്തി ഇവിടെയുള്ള വേദനകൾ കുറയുന്നതനുസരിച്ച് ആ കുട്ടിയുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ കുറയുകയും ആ തലച്ചോറിലുള്ള വൈകല്യങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾക്ക് പ്രധാന കാരണമാകുന്ന ഗ്ലാൻഡ്സുകളുടെ ഡിസോർഡർ, പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, കേൾവി, കാഴ്ച, ഇത്തരം ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിലുള്ള തകരാറ് പരിഹരിക്കുന്നതിലൂടെ വൈകല്യമുള്ള കുട്ടികളിലുള്ള അവരുടെ വൈകല്യത്തിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ താങ്കൾ നേരത്തെ സംസാരം മധ്യം പറയേണ്ട സ്ത്രീകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ അക്യൂപ്രഷറിന്. എന്തൊക്കെ അസുഖങ്ങൾക്കാണ് സ്ത്രീകൾക്ക് ഇതിന് പ്രയോജനം ലഭിക്കുക? സ്ത്രീജന്യ രോഗങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് അക്യൂപ്രഷർ ചികിത്സയ്ക്ക് നൽകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി വരുമ്പോഴത്തേനും ഏർലി മീനോപോസ് സംഭവിക്കുന്ന ഈ ഓവം പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേനും നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീനിയൽ ഗ്ലാൻഡ് സെക്സ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയി കൺട്രോൾ ചെയ്യുന്ന മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ആ പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സെക്ഷൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകൾ, ഈ ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തിൽ കൃത്യമായി നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓവറി പോയിന്റ്സ്, ഇത് രണ്ടും കാല് വരുമ്പം കാലിന്റെ ഇടയിലായിട്ട് ഇത് രണ്ടും ഓവറി ആയിട്ട് വരും. ഈ ഓവറി പോയിന്റ്സ്, യൂട്രസ്, ഇതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ നമുക്കൊരു നല്ലൊരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പൊ താങ്കൾ കുറെ വർഷമായിട്ട് ഈ അക്യൂപ്രഷർ ചികിത്സാ രീതിയുടെ ഒരു പരിശീലകനാണ്. അപ്പൊ താങ്കൾ ചെയ്ത് ഫലപ്രദമായിട്ട് അതിന് വിജയിച്ചിട്ടുള്ള ചില എക്സാമ്പിൾസ് ഒന്ന് പറയാം. കുട്ടികളുടെ കേസ് വരുമ്പം കിളിമാനൂർ BRCയിലെ മടന്തപ്പച്ച സ്കൂളിലെ അല്ലമീൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി സെറിബ്രൽ പാൾസി വന്ന് നടക്കാൻ വയ്യാതെ നിലത്തുകൂടി ഇഴഞ്ഞ് സഞ്ചരിച്ച ഒരു കുട്ടിയാണ്. ഇന്ന് ആ കുട്ടി അമ്മയുടെ കൈ പിടിച്ച് സ്റ്റെപ്പുകൾ ഏറെയുള്ള അവരുടെ സ്കൂളിൽ നടന്നു പോകുന്നു സാധിക്കുന്നുണ്ട്. അതുപോലെ സൈമൺ ബ്രിട്ടോ MLA, അദ്ദേഹത്തെ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അദ്ദേഹത്തെ അക്യുപ്രഷർ ചെയ്യുന്നു. അതിൻ്റെ ബോൺ TB ഇന്ന് മാറി, അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ഉണ്ടായി. അതുപോലെ ബേബി ജോൺ സാറിനെ ഞാൻ അദ്ദേഹത്തിന് മരിക്കുന്നതിന് 5 വർഷം മുമ്പ് വരെ 5 വർഷക്കാലം ഞാൻ ചെയ്തിരുന്നു. അക്യുപ്രഷർ ചെയ്യാൻ തുടങ്ങി 6 മാസത്തിനകത്ത് അദ്ദേഹം സ്ഥിരമായി കഴിച്ചിരുന്ന മുഴുവൻ മരുന്നുകളും നിർത്താൻ സാധിച്ചു. ഇപ്പോൾ സാധാരണ മരുന്ന് കഴിക്കുന്നത് പോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറുമെന്ന് താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ രാവിലെ മരുന്ന് കഴിക്കുന്നു, നമ്മൾ ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കുന്നു, രാത്രി മരുന്ന് കഴിക്കുന്നു, സാധാരണ അസുഖങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്, എല്ലാ ദിവസവും നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ കുട്ടികളുടെ പേരൻസിനോട് പറയുന്നത്
നിങ്ങൾ മരുന്ന് കടിക്കുന്നത് പോലെ തന്നെ അരമണിക്കൂർ വീതം രാവിലെയും അരമണിക്കൂർ രാത്രിയിലും ചെയ്യുക. ഒരു കൈയും ഒരു കാലും കഴിവതും ഒരു നേരം ചെയ്യുക, മറ്റേ കൈയും മറ്റേ കാലും വൈകിട്ട് ചെയ്യുക. കാരണം ഒരേ സ്ഥലത്ത് തന്നെ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ ആ ഞെക്കുന്ന സ്ഥലത്ത് വേദന എടുക്കുന്നതുകൊണ്ട് ഒരു ഭാഗം രാവിലെയും ഒരു ഭാഗം വൈകിട്ടുമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു 2-3 വർഷത്തെ ടാർജറ്റ് ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസങ്ങൾ കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. താങ്കളാണെങ്കിൽ ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിലെ ഒരു അധ്യാപകനാണ്. അപ്പൊ താങ്കൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ചികിത്സയുടെ പ്രചാരകനായി മാറിയത്? എനിക്ക് ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളാണ്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഈ ചികിത്സ കൊണ്ടാണ്. അപ്പം ഇത് ചെയ്യുന്ന തോറും നമുക്ക് സ്വന്തമായിട്ടുള്ള അവസ്ഥയിലാണേലും മറ്റുള്ളവർക്കാണേലും നല്ല റിസൾട്ട് കിട്ടുകയും അതിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചികിത്സയിൽ എന്നെ നിലനിർത്താനായിട്ട്